ശബരിമലയിൽ പൊതുവില വിവരം ഉച്ചഭാഷിണിയിലൂടെ നടത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവിധ ഭാഷകളിൽ അനൗൺസ്മെന്റ് ചെയ്യണം. സന്നിധാനം, നിലയ്ക്കൽ, പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ അംഗീകൃത വില വിവരം പൊതു അനൗൺസ്മെന്റ് നടത്താനാണ് നിർദ്ദേശം. ദേവസ്വം ബോർഡിനാണ് കോടതിയുടെ നിർദ്ദേശം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ഈ അധിക വില എരുമേലിയിലടക്കം ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടകളിൽ, ഹോട്ടലുകളിലൊക്കെ തന്നെ അധിക വിലയാണ് അയ്യപ്പന്മാരിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ഇത് സംബന്ധിച്ച് പരിശോധന നടത്താൻ വിവിധ പഞ്ചായത്തുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. നിലയ്ക്കലിൽ 18 കുത്തക ഉടമകളുടെ കടകളിൽ പരിശോധന നടത്തിയതായിട്ടും ഒരെണ്ണത്തിൽ നിയമലംഘനം കണ്ടെത്തിയതായിട്ടുമാണ് പഞ്ചായത്ത് അധികൃതർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എരുമേലിയിലും സമാനമായിട്ടുള്ള പരിശോധന നടക്കുന്നതായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സന്നിധാനം, നിലയ്ക്കൽ, പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ അംഗീകൃതമായിട്ടുള്ള, അതായത് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള അംഗീകൃത വിലവിവര പട്ടിക അത് സംബന്ധിച്ചുള്ള ഉച്ചഭാഷിണിയിലൂടെ പൊതു അനൗൺസ്മെന്റ് നടത്താനായിട്ടാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവിധ ഭാഷകളിൽ അനൗൺസ്മെന്റ് നടത്തണം. കൂടാതെ ഈ വിലവിവര പട്ടിക കൃത്യമായിട്ട് അതാത് കടകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ഇത് സംബന്ധിച്ച് നാളെ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതി മുൻപാകെ അറിയിക്കുകയും വേണം. കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. നിലവിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.